അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകാവസാനത്തിന്റെ ലക്ഷണങ്ങൾ, അന്ത്യദിനത്തിന്റെ അടയാളങ്ങൾ ഞങ്ങൾക്ക് വിവരിച്ചു തരുമായിരുന്നു. ലോകാവസാനത്തിന്റെ അടയാളമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഹർജ് വർദ്ധിക്കും എന്ന് പറഞ്ഞു. സഹാബാക്കൾക്ക് ഹർജ് എന്താണെന്ന് മനസ്സിലായില്ല. അവർ ചോദിച്ചു, വമൽ ഹർജു, അള്ളാഹുവിന്റെ റസൂലെ എന്താണ് ഈ ഹർജ്? നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചു, അൽ കദിബു വൽ ഖത്ലു, കളവും കൊലയും ആകുന്നു. സഹാബാക്കൾ ചോദിച്ചു, നബിയെ, ഇന്ന് ഇസ്ലാമിന്റെ ശത്രുക്കളോട് ഞങ്ങൾ ഏറ്റുമുട്ടി, ആ ഏറ്റുമുട്ടലുകളിൽ, യുദ്ധങ്ങളിൽ ഒരുപാട് ആളുകൾ കൊല ചെയ്യപ്പെടാറുണ്ടല്ലോ, ഇതിനേക്കാൾ കൂടുതൽ ആളുകൾ അന്ന് കൊല ചെയ്യപ്പെടുമോ എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഇസ്ലാമിന്റെ ശത്രുക്കളോട് ഏറ്റുമുട്ടി ആ ഏറ്റുമുട്ടലുകളിൽ കൊല്ലപ്പെടുന്ന ആ കൊലയെക്കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത്. വലാകിന്നഹു ഖത്ലു ബഅദികും ബഅദ, നിങ്ങളിൽ ചിലർ ചിലരെ വധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് വ്യക്തമായി പറഞ്ഞു കൊടുത്തു, ഹത്താ യഖ്തുല റജുലു ജാറഹു, ഒരു മനുഷ്യൻ തന്റെ അയൽവാസിയെ വധിക്കും. വയഖ്തുല അഖാഹു, തന്റെ സഹോദരനെ, തന്റെ കൂടപ്പിറപ്പിനെ നിഷ്ഠൂരം കൊല ചെയ്യും. വയഖ്തുല അമ്മഹു വയഖ്തുല ഇബ്ന അമ്മിഹി, ഒരാൾ തന്റെ പിതൃ സഹോദരനെയും പിതൃ സഹോദരന്റെ മകനെയും മൃഗീയമായി കൊല ചെയ്യും. സഹാബാക്കൾ അത്ഭുതത്തോടുകൂടി ചോദിച്ചു, സുബ്ഹാനല്ലാഹ്, അന്നുള്ളവരുടെ ബുദ്ധി നഷ്ടപ്പെടുമോ നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അന്നുള്ളവരുടെ ബുദ്ധി നഷ്ടപ്പെടും. ആ ബുദ്ധി നഷ്ടപ്പെടുന്നത് ഏത് രൂപത്തിലാണെന്ന് തങ്ങൾ പറഞ്ഞില്ല. ലഹരിയുടെ ഉപയോഗമോ മറ്റോ കൊണ്ടോ അവരുടെ ബുദ്ധി നഷ്ടപ്പെടും. അതോടൊപ്പം തങ്ങൾ വിവരമുള്ളവരും സത്യത്തിലുമാണെന്ന് ഓരോരുത്തരും കരുതും.